പണ്ട് ഞാനും ചേച്ചിയും ശത്രുതയിലായിരുന്നു. രണ്ടിലൊരാൾ മരിച്ചു പോണേ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. സഹോദരി സന്യാസ ജീവിതം സ്വീകരിച്ചതിനെ തുടർന്ന് നടി നിഖില വിമൽ ചേച്ചിയുടെ തീരുമാനത്തെ താൻ മാനിക്കുന്നുവെന്നാണ് നിഖില വിമൽ പറയുന്നത്. സന്യാസം സഹോദരിയുടെ പ്രൊഫഷനായിട്ടാണ് താൻ കാണുന്നത്. ഡോക്ടറാകണം, നടിയാകണം എന്നൊക്കെ പോലെയുള്ള ചോയ്സാണ് സന്യാസ ജീവിതമെന്നും ആ തീരുമാനമെടുക്കാൻ സഹോദരിക്ക് അവകാശമുണ്ടെന്നും നിഖില വിമൽ പറഞ്ഞു. സഹോദരിയും താനും ചെറുപ്പത്തിൽ ശത്രുക്കളെ പോലെ ആയിരുന്നു. വളർന്നതോടെയാണ് ഇരുവരും അടുക്കുന്നത്. ഇന്ന് തനിക്കൊരു കവചം പോലെയാണ് സഹോദരിയെന്നും നിഖില വിമൽ പറയുന്നു. എന്റെ സുഹൃത്തുക്കൾ അവളെ ചാർലി ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. ചാർലിയിലേതുപോലെ യാത്രകൾ പോയിരുന്ന, ഒരുപാട് പഠിക്കുന്ന, ഇപ്പോഴും പഠിക്കുന്ന ആളാണ്. അത്രയും ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ളയാൾ എടുക്കുന്ന തീരുമാനം എന്ന നിലയിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അതിന്റെ കൂടെ നിൽക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അമ്മയ്ക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അവളെ കല്യാണം കഴിപ്പിച്ചു വിടണം എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നുവോ എന്ന്. ഇല്ലെന്നായിരുന്നു അമ്മ പറഞ്ഞത്. പിന്നെ എന്താ എന്ന് ഞാനും ചോദിച്ചു. നിഖില വിമൽ പറയുന്നു. പഠിച്ച് ഡോക്ടർ ആകണമെന്ന് പറയുന്നത് പോലെയും നടിയാകണമെന്നും ലോക പ്രശസ്തയാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള അവളുടെ ആഗ്രഹമാണ്. അത് വേണ്ടെന്ന് പറയാനാകില്ലെന്നും താരം പറയുന്നു. ഞാനും ചേച്ചിയും ചെറുപ്പത്തിൽ എല്ലാ സഹോദരങ്ങളെയും പോലെ തന്നെ ആയിരുന്നു. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും കണ്ടുകൂടായിരുന്നു. അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകണേ എന്ന് വരെ ചിന്തിച്ചിരുന്ന അത്രയും ശത്രുതയിലായിരുന്നു. എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഇഷ്ടമുള്ള ചേച്ചിമാരുടെ പേരെഴുതിയത്. അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന ചേച്ചിമാരുടെ പേരൊക്കെ അതിൽ എഴുതി വെക്കും. പക്ഷേ ഇവളുടെ പേര് മാത്രം അതിൽ ഇല്ല. ഇപ്പോഴും പറയും, നിനക്കിഷ്ടമുള്ള ചേച്ചിമാരുടെ ലിസ്റ്റിൽ പോലും ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് നിഖില പറയുന്നു. ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത്. കഴിഞ്ഞ 10 വർഷമേ ആയിട്ടുണ്ടാകൂ ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ട്. ഇപ്പോൾ എനിക്കൊരു ഷീൽഡ് പോലെയാണ് അവൾ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഞാനത് കുളമാക്കി എന്ന് പറയുന്ന അവസ്ഥയിൽ കൊണ്ടു കൊടുത്താലും അവളത് പരിഹരിച്ചു തരുമെന്നും നിഖില പറയുന്നു.